ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് കറൻ്റ്ലി നോ കോൺടാക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേഷൻ ലെസ് കോൺടാക്റ്റിലൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയം നിങ്ങളോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളോട് എന്ത് പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി നോക്കാം. Okay, swords, lovers, guilt, existence, playfulness, inner voice, totality, mind, adventure, traveling, comparison, isolation, letting go, celebration, and rebirth. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ഇതിനകത്ത് ഒരു വ്യക്തി റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് സഫർ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഹാർട്ട് ബ്രേക്ക് അനുഭവിക്കുക, അത്രയേറെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ, ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോയ ഒരു വ്യക്തിയായിരിക്കണം. മേ ബി അത് നിങ്ങളായിരിക്കാം. അത്രയധികം ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യം, ഹാർട്ട് ബ്രേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പക്ഷേ നിങ്ങളിപ്പോൾ ആ ഒരു ഫീലിൽ നിന്ന് കരകയറി വരുന്നു എന്നുള്ളതാണ്. അതായത് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇത് സെപ്പറേഷനിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കറൻറ്റ്ലി അകന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്താണ് സംഭവിച്ചതെങ്കിലും നിങ്ങളത് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ആ ഒരു എലോൺനെസ് നല്ല രീതിയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്ന്, അല്ലെങ്കിൽ എല്ലാം യൂണിവേഴ്സിന് സമർപ്പിച്ച് നിങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, അതെല്ലാം നിങ്ങൾ ആ ഒരു എനർജിയിൽ ഏൽപ്പിച്ച് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ലൈഫിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. എന്നാൽ അതേസമയം നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു കുറ്റബോധം വന്ന് തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ്. റിലേഷൻഷിപ്പിനകത്ത് എന്താണ് സംഭവിച്ചത്, ഇപ്പോൾ പാസ്റ്റ് എനർജി കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളതെങ്കിലും ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം, ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തി പോയൊരു പേഴ്സൺ ആയിരിക്കാം, സൈലൻ്റ് ആയിട്ട് ഒരു ക്ലൂ പോലും തരാതെ പോയൊരു പേഴ്സൺ ആയിരിക്കും, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലാവാം. അപ്പോൾ കറൻ്റ്ലി ഈ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് മാനസിക വിഷമവും സമ്മർദ്ദവും ഒക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് നല്ല രീതിയിലുള്ള റിഗ്രറ്റ് ഉണ്ട് എന്ന് തന്നെ പറയാം. മാത്രമല്ല ഈ ഒരു കണക്ഷൻ്റെ പ്രത്യേകത, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ ഇതിനകത്ത് ഉണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഈ ഒരു സെപ്പറേഷൻ ഫേസിലാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു മാഗ്നറ്റിൻ്റെ കാര്യം, കാന്തത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അവരിലേക്ക് തന്നെ ചെന്ന് ചേരാനായിട്ടുള്ള ഒരു പ്രേരണ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നമ്മൾ പറഞ്ഞതുപോലെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങളതെല്ലാം മാറ്റി വെച്ചൊന്ന് പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഓർമ്മകളിൽ നിന്നല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. എത്ര നിങ്ങൾ പുറത്തേക്ക് പോകാൻ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് തന്നെ വലിച്ചുകൊണ്ട് വരുന്ന ഒരു അവസ്ഥയാണ്. ഇതേ ഒരു സെയിം ഫീലിംഗ് കറൻ്റ്ലി ഈ ഒരു പേഴ്സണും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണ് ഇവർക്കിപ്പോൾ ഒരു ഗിൽറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത്. നമുക്കൊരു കുറ്റബോധം ഉണ്ടാവുക എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. കുറേ വ്യക്തികളൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ ന്യായീകരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്താലും സമ്മതിച്ച് തരാത്തവരുണ്ട്. എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞ്
ന്യായം പിടിക്കുന്നവരുണ്ട്. ചിലപ്പോൾ ഈ ഒരു പേഴ്സണും അങ്ങനെ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും, എൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും കറൻറ്റ്ലി ഈ ഒരു പേഴ്സൺ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മനസ്സിലുള്ള ഒരു പ്രേരണ നിങ്ങളിലേക്ക് വരാനാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ലവേഴ്സ് എനർജി, ഇന്നർ വോയിസ്, ട്രാവലിംഗ്. അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ മനസ്സ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഇന്നർ വോയിസ് പറയുന്നത്, അവരുടെ ഒരു സോള് പറയുന്നത് നിങ്ങളിലേക്ക് ചെന്ന് ചേരൂ എന്നുള്ളതാണ്. മേ ബി നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷനും ആ ഒരു സോൾമേറ്റ് കണക്ഷനുള്ള പേഴ്സൺസ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയേക്കാൾ ഉപരിയായിട്ട് അവരുടെ ഒരു സോള് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്കും ഈ പറഞ്ഞ സംഭവം തന്നെയായിരിക്കാം. നിങ്ങളുടെ ആ ഒരു സോളിൻ്റെ അട്രാക്ഷൻ ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞെങ്കിൽ പോലും നിങ്ങളെ ഇതിനകത്ത് പിടിച്ചു നിർത്തുന്നു. അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു പേഴ്സണെ പൂർണ്ണമായിട്ടും മറക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ അവർ വേണ്ടത് ചിന്തിക്കാനോ പറ്റാത്തത് ചിലപ്പോൾ നിങ്ങൾക്കും ഈ പറഞ്ഞൊരു കണക്ഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് നിങ്ങളും കൂടി ഉള്ളപ്പോഴാണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവർക്കും ഒരു പ്രേരക ശക്തിയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് അംബീഷൻ അല്ലെങ്കിൽ ഒരുപാട് മാർഗ്ഗങ്ങൾ, ലക്ഷ്യം ഒക്കെ ഉണ്ടായെന്നായിരിക്കാം. അപ്പോൾ ഈ ഒരു പേഴ്സണ് കറൻ്റ്ലി അവരുടെ ഒരു നിലനിൽപ്പിന് നിങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു കുറ്റബോധം അല്ലാന്നുണ്ടെങ്കിൽ ഒരു സഫോക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അവരുടെ ഒരു മൈൻഡ് പറയുന്ന അല്ലെങ്കിൽ ആ മൈൻഡിൻ്റെ ഒരു പുഷ് ആൻഡ് പുൾ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നിങ്ങളിലേക്ക് വന്ന് ചേരാനായിട്ട് അത്രയും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം ആകെ മൊത്തം താറുമാറായിട്ടിരിക്കുന്നൊരവസ്ഥ, ഒരു ഉത്തരം കിട്ടാത്തൊരവസ്ഥ. നമുക്ക് ഈ കാണുന്ന ഈ ഒരു ക്രീച്ചറിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് അത്രയധികം കോംപ്ലിക്കേറ്റഡ് ആണ് അവരുടെ ഒരു ചിന്താഗതി കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ ആ ഒരു പേഴ്സണും മനസ്സുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ച് പോയൊരു വ്യക്തിയായിരിക്കാം. നമ്മൾ പറഞ്ഞതുപോലെ പാസ്റ്റിനെ കുറിച്ച് അറിയില്ല. ചിലപ്പോൾ ആ ഒരു വ്യക്തി മനസ്സാലെ ഇനി ഒരു റിലേഷൻഷിപ്പിൽ വരണ്ടാന്ന് വിചാരിച്ച് പോയ വ്യക്തിയായിരിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷെ അതിന് കഴിയുന്നില്ല. അവർക്ക് തന്നെ വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരാനായിട്ട് തോന്നുന്നു. ആകെ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അവരുടെ ഒരു മൈൻഡ് ഇതിനകത്ത് തന്നെ അവരെ പിടിച്ചു നിർത്താനായിട്ട്, സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് നിർബന്ധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ ആക്കി കൺഫ്യൂസ്ഡ് ആണ്. ഇവിടെയും നമുക്ക് ആ ഒരു ടോട്ടാലിറ്റി എനർജിയാണ്. അതായത് ഒരു ഞാണിന്മേൽ കളിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൈവിട്ട് കഴിഞ്ഞാൽ താഴെ പോകുന്നൊരവസ്ഥ. അത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു കമ്പാരിസൺ എനർജി കാണാം. കമ്പാരിസൺ എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ മറ്റേതെങ്കിലും ഒരു കറൻ്റ്ലി ഉള്ള സിറ്റുവേഷനിൽ ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കാര്യമായിട്ട് ഈ ഒരു പേഴ്സൺ കണ്ട എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആ ഒരു കമ്പാരിസൺ ആയിരിക്കാം. മേ ബി അങ്ങനെയുള്ള ഒരു കമ്പാരിസണും കൂടി വന്നപ്പോഴായിരിക്കാം നിങ്ങൾ എത്രത്തോളം നല്ലതായിരുന്നു അല്ലെങ്കിൽ ഇവരുടെ നിലനിൽപ്പിന് നിങ്ങൾ അത്രയും അത്യന്താപേക്ഷിതമാണെന്ന് ഈ ഒരു പേഴ്സൺ തോന്നിയത് പോലും ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു കമ്പാരിസണും കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ വന്നതുകൊണ്ടായിരിക്കാം. മാത്രമല്ല മറ്റൊരു തരത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഉള്ളപ്പോൾ ഉള്ള ലൈഫും ഇപ്പോൾ ഉള്ള ലൈഫും തമ്മിലുള്ള ആ ഒരു ചിന്തകളും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുണ്ടായിരുന്നപ്പോൾ ചിലപ്പോൾ ഒരുപാട് സപ്പോർട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ഒരുപാട് കെയറിങ് അല്ലാന്നുണ്ടെങ്കിൽ മെൻ്റൽ സപ്പോർട്ട് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ഈ ഒരു പേഴ്സൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളിലേക്ക് വന്ന് ചേരാനുള്ള ഒരു മാനസികാവസ്ഥയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തോന്നുന്നത് എന്നുള്ളതാണ്. കറൻ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു അഡ്വഞ്ചറിന് തയ്യാറായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ദാറ്റ് മീൻസ് നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേറെ പല കാര്യങ്ങളും ഉണ്ടാവാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങളിൽ നിന്ന് മാറിപ്പോയൊരു വ്യക്തിയായിരിക്കാം. സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ട് മാറിപ്പോയൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഒരുപാട് റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ അവർ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ഡിസിഷൻ അല്ലെങ്കിൽ അതൊരു അഡ്വഞ്ചർ ആണ് അല്ലെങ്കിൽ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട് അതിനകത്ത് എന്നറിഞ്ഞിട്ട് പോലും അതിനകത്തേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ അങ്ങനെ വരാനാണ് അവരുടെ മനസ്സ് പറയുന്നത്. അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എനിക്ക് എന്നാലും ഈ ഒരു പേഴ്സണെ വിട്ട് കളയാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഇവിടെ നമുക്ക് ട്രാവലിംഗ് എനർജി എന്ന് പറയുന്നത് അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഇത്രയും വേഗം ഓടി വരാൻ ആഗ്രഹിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയുന്ന പോലെ അത്രയും ഫാസ്റ്റ് ആൻഡ് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അത്രയും ആ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് അഴഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നേരത്തെ ചേസ് ചെയ്തിരുന്ന ഒരു പേഴ്സണാണ് ഇവർ റണ്ണറായിരുന്നെങ്കിൽ ഇപ്പോൾ കാര്യങ്ങളിപ്പോൾ നേരെ തിരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തിരിഞ്ഞ് വന്നിട്ടുണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് പ്രഷർ, സമ്മർദ്ദം അല്ലാന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി ചെയ്യാത്ത കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ പ്രാർത്ഥനകൾ, വഴിപാടുകൾ, മാനിഫെസ്റ്റേഷൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും നിങ്ങളിപ്പോഴും ഇതിൽ നിന്ന് റിക്കവർ ആവാൻ സാധിക്കുന്നില്ല എന്നറിഞ്ഞപ്പോഴായിരിക്കാം എല്ലാം യൂണിവേഴ്സിന് സമർപ്പിച്ച് ആ ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു വഴിയിലൂടെ ഇപ്പോൾ നിങ്ങൾ പോകാനായിട്ട് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൂസായപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പുറകെ വരുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവരിവിടെ ആ ഒരു സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും
നിങ്ങളോടൊപ്പമുള്ള ഒരു ഹാപ്പി മൊമെൻറ്റ്സ് ആണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിനകത്ത് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നതാണെന്നുണ്ടെങ്കിലും ആ ഒരു റീബർത്ത് എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡെത്ത് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇത് അവസാനിച്ചു എന്നുള്ളൊരു നിലയ്ക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു റീബർത്ത് വേണം എന്നാഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് വളരെ കാര്യമായിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥയാണെന്നുണ്ടെങ്കിലും അത് മാത്രമല്ല അവരുടെ ഒരു പ്രേരണ അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡിൻ്റെ പ്രേരണ എന്ന് പറയുന്നത് പോലും നിങ്ങളിലേക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു പക്ഷേ ആ ഒരു ഡെസ്റ്റിനി കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചൊരു വ്യക്തിയായിരിക്കും. അതായത് ഡെസ്റ്റിനി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ബുദ്ധിമുട്ടുകൾ, ടവർ സിറ്റുവേഷൻ, ഡെത്ത് സിറ്റുവേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വിട്ടുകൊടുക്കാതെ വീണ്ടും അതിനു വേണ്ടി കഠിനമായിട്ട് പ്രയത്നിക്കുന്നു. എത്ര പ്രയത്നിച്ച് താഴെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തോ ഒരു പ്രശ്നം അതിനകത്തുണ്ടല്ലോ എന്ന് റിയലൈസ് ചെയ്യാതെ വീണ്ടും 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 ചെയ്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ കുടം കമഴ്ത്തി വെള്ളമൊഴിക്കുക എന്ന് പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് റിസൾട്ട് ഇല്ല. അതായത് ഒരു ഘട്ടം എത്തുമ്പോൾ ചിലവരത് മനസ്സിലാക്കും എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തിട്ടും ഇത് ശരിയാവാത്തത്, വേറെ എന്തൊക്കെയോ ചില പ്രോബ്ലംസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. അത് തിരിച്ചറിയാതെ വർഷങ്ങളോളം കാത്തിരിക്കുന്ന വ്യക്തികളുണ്ട്. കാരണം അവർക്ക് യൂണിവേഴ്സായിട്ട് കൊടുക്കുന്ന ചില സയൻസ് ആൻഡ് സിമ്പിൾസ് അവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ അതിനകത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത്. ചിലരത് മനസ്സിലാക്കും എന്താണ് ഇവിടുത്തെ ഒരു പ്രശ്നം, ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരുമോ, അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചു വരാൻ യോഗമുള്ള വ്യക്തികളാണോ, അല്ലെങ്കിൽ ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും ഡെസ്റ്റിനി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളും പലതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടും നിങ്ങൾ ഇത് ലെറ്റ് ഗോ ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന ആ ഒരു ഹെവി എനർജി ഇറക്കി വെക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തികളാണ്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു വഴിയിലൂടെ പോകാനായിട്ട് ശ്രമിക്കുന്നവരാണ്, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് ഈ ഒരു റിസൾട്ട് വരാനായിട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ പേഴ്സണൽ റീഡിങ്ങിന് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ ചിലവരോട് ഇപ്പം അവരുടെ ഒരു സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു എനർജി വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാലും വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ചിലപ്പോൾ ലെറ്റ് ഗോ ചെയ്യാൻ പറയാറുണ്ട്. ചിലവരുടെ അങ്ങനെയല്ല, അവർ മാനിഫെസ്റ്റേഷൻസ്, അഫർമേഷൻസ്, പ്രാർത്ഥനകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു വരാനായിട്ട് സാധ്യതയുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെന്നെങ്കിലും ഒരു ഗൈഡൻസ് എടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം തോന്നിയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹിക്കുന്നവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടായിരിക്കും നിങ്ങളിപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നിങ്ങളിവിടെ ഒന്ന് അഴഞ്ഞപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവിടെ മുറുകുന്നുണ്ട് എന്നുള്ള ഒരു എനർജി നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് ആദ്യമേ കാണുന്ന പോലെ ആ ഒരു സോഴ്സ് ആൻഡ് ലവേഴ്സ് എനർജിയാണ്. അത്രയും ഒരു ഡീപ്പ് ഇൻറ്റൻസ് കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ എല്ലാ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഉള്ളവരും ആയിരുന്നിരിക്കാം. ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, അങ്ങനെ എല്ലാ തരത്തിലും ഒന്നായി ചേർന്ന രണ്ട് വ്യക്തികളായിരിക്കണം നിങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്, ആ ഒരു ഫോഴ്സ് ഉണ്ട് നിങ്ങൾ തമ്മിൽ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിനകത്തൊരു റീബർത്ത് ആഗ്രഹിക്കുന്ന ഒരു മൂഡിലാണ്. നമുക്ക് ഓൾറെഡി ഇതിനകത്ത് തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് ഗിൽറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് പറയുന്നത് നിങ്ങളിലേക്ക് വന്ന് ചേരൂ എന്നുള്ളതാണ്. അവരുടെ ലൈഫിൽ ഇപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവർ കമ്പയർ ചെയ്യുമ്പോൾ പോലും അവർക്ക് തോന്നുന്നത് നിങ്ങൾ എത്രയോ നല്ലതായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ കൂടുതൽ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാൻ ഉള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ആലോചിച്ചുകൊണ്ട് തന്നെ കാണാം. ഓക്കെ, ഡിസ്ഹോണസ്റ്റിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ബൈ ലൈങ് ഐ റിപ്പ് ഡസ് എപ്പാർട്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്തൊക്കെയോ നുണകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഈ ഒരു പേഴ്സൺ ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ കാണിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നതെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. സാബോട്ടേഷാണ്. ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. അപ്പോൾ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ ലൈഫിൽ പല കാര്യങ്ങളും, അതായത് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, നല്ല കാര്യങ്ങൾ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നശിപ്പിച്ചു എന്നവർ ചിന്തിക്കുന്നുണ്ട്. റിവീലാണ് ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. അപ്പോൾ തീർച്ചയായിട്ടും സത്യം പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളോട് എന്തൊക്കെ സീക്രറ്റ്സ് പറയാതിരുന്നവരാണെന്നുണ്ടെങ്കിലും, കള്ളങ്ങൾ പറഞ്ഞവരാണെന്നുണ്ടെങ്കിലും സത്യം തുറന്ന് പറയാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ഡാമേജ് ആണ്. വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ്. രണ്ടുപേരും ഇതുമൂലം വേദനിക്കുന്നുണ്ട് എന്ന് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്.
ബ്രോക്കൺ ആണ്. ഐ ഫീൽ ഷാറ്റഡ് അബൌട്ട് ദി സിറ്റുവേഷൻ. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ആ ഒരു സ്പ്രെഡിനകത്ത് കണ്ടതുപോലെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആകെ മൊത്തം ഒരു ഗിൽറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ ശരിയായില്ല, ഇങ്ങനെയുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധത്തിലൊക്കെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. റെസിപ്രോസിറ്റി ആണ്. ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. അപ്പോൾ റിലേഷൻഷിപ്പിനകത്ത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്. അതായത് ആ ഒരു വ്യക്തിക്ക് അവർ ചെയ്ത തെറ്റുകൾ തിരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. തെറ്റ് പറ്റിപ്പോയെന്ന് സ്വയം മനസ്സിലാക്കുന്നുണ്ട്. കമ്മിറ്റ്മെൻറ്റ്. ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. അതായത് അവരുടെ ഫ്യൂച്ചറിൽ അവരുടെ ഒരു ഭാഗം നിങ്ങളാവണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഇർറീപ്ലേസിബിൾ ആണ്. ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ്. നമ്മൾ നേരത്തെ ആ ഒരു കമ്പാരിസൺ കണ്ടത് ഇതുമായിട്ട് വളരെ സാമ്യമുണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് നിങ്ങൾക്ക് പകരമായിട്ട് ആരെയും അവർക്ക് ലൈഫിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി നമുക്കൊരു കാർഡ് കൂടി എടുക്കാം എന്താണെന്നുള്ളത്. റണ്ണറാണ്. ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനിമോർ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് ഓടിപ്പോയ ഒരു വ്യക്തിയാണ്. നമ്മൾ നേരത്തെ ആ ഒരു റണ്ണർ ചേസറിൻ്റെ കാര്യം പറഞ്ഞുള്ളൂ, ഇവിടെ നമുക്ക് അത് തന്നെ വരികയും ചെയ്തു. പിന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ആവശ്യമേ ഇല്ല. അവർ തീർച്ചയായിട്ടും അവർ ചെയ്ത തെറ്റുകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് അവർ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് കണ്ടതുപോലെ ഒരുപാട് നുണകളോ അല്ലെങ്കിൽ സത്യം മറച്ചു വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാം നിങ്ങളോട് ഓപ്പണായിട്ട് പറഞ്ഞ് റിലേഷൻഷിപ്പ് വീണ്ടും ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളിവിടെ ഓവറോൾ എനർജി നോക്കിയത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷനായിട്ട് നിങ്ങളുടെ എനർജി ആയിട്ടൊക്കെ അത് എത്രത്തോളം റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിന് ശേഷം ഒരു വലിയ തിരിച്ചറിവിലേക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. അത് അവരുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡിവൈൻ ടൈം ആയതുകൊണ്ടോ യൂണിവേഴ്സിൻ്റെ ഇടപെടൽ കൊണ്ടോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം, അങ്ങനെയുള്ള ഒരു മാറ്റം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങളിൽ ആരുടെയെങ്കിലുമൊക്കെ പേഴ്സൻ്റെ എനർജി ആയിരിക്കും അത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരാൻ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. നല്ല രീതിയിൽ കുറ്റബോധമുണ്ട്. അപ്പോൾ അത്രയേറെ നിങ്ങളെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഇത് റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.